we are discussing about the one more questions in the chapter current and electricity part 1, 2, 3 and 4 sections. First question, what constitute an electric current? എന്താണ് ഇലക്ട്രിക് കറൻറ്റിന് കാരണമായിട്ടുള്ളത്? ചാർജസ് ഇൻ മോഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് കറൻറ്റ്. ചാർജുകളുടെ മൂവ്മെൻ്റ് ആണ് ഇലക്ട്രിക് കറൻറ്റിന് കാരണമായിട്ടുള്ളത്. ഡിഫൈൻ ഇലക്ട്രിക് കറൻറ്റ്. The amount of charge flowing across an area held normal to the direction of flow of charge per unit time is called electric current. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ട് ഏതാണ് എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? The rate of flow of electric charges. What is give the SI unit of current? Third question, give the SI unit of current. The SI unit of current is ampere. Fourth one, define the unit of electric current or write the relation between coulomb and ampere. Unit of electric current is ampere. We know that. Then 1 ampere equal to 1 coulomb divided by second. Fifth question, how many electrons per second constitute a current of 1 milliampere? ഒരു മില്ലി ആംപിയർ കറണ്ട് ഉണ്ടാക്കാനായിട്ട് എത്ര ഇലക്ട്രോൺസ് ആണ് പെർ സെക്കൻഡിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കറണ്ട് ഇക്വേഷൻ അറിയാം. I ഈക്വൽ ടു Q/T ആണ്. ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്യൂവിന് പകരം എന്ത് എഴുതി? NE/T എഴുതി. ദെൻ N നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടത്. N ഈക്വൽ ടു IT/E. I എന്ന് പറയുന്നത് 1 മില്ലി ആംപിയർ ആണ്. അതുകൊണ്ടാണ് 10⁻³ ഇൻറ്റു 1 എഴുതിയത്. ടൈം 1 സെക്കൻഡ് ആണ്, അതുകൊണ്ട് ഇൻറ്റു 1. ദെൻ ചാർജ് ഡിവൈഡഡ് ബൈ ഇക്കാണ് 1.6 ഇൻറ്റു 10⁻19 എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം ഇ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ചെയ്തു വന്നപ്പോൾ റിലേഷൻ എന്ത് കിട്ടി? 6.25 ഇൻറ്റു 10⁻15 ഇലക്ട്രോൺസ് എന്ന് കിട്ടി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ഇലക്ട്രിക് കറൻറ്റ് ഈസ് എ സ്കേലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? ആൻസർ ഈസ് സ്കേലാർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സ്റ്റഡി കറൻറ്റ്? എന്താണ് സ്റ്റഡി കറൻറ്റ്? എ കറൻറ്റ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഈസ് കോൾഡ് സ്റ്റഡി കറൻറ്റ്. സമയത്തിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അത് സ്റ്റഡി കറൻറ്റാണ്. വാട്ട് ഡു യു മീൻ ബൈ വാരിയിങ് കറൻറ്റ്? എ കറൻറ്റ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് വിത്ത് ടൈം ഈസ് കോൾഡ് വേരിയിങ് കറൻറ്റ്. മാഗ്നിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നു? വേരിയിങ് കറൻറ്റ് എന്ന് പറയുന്നു. വാട്ട് ഡസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറൻറ്റ് സിഗ്നിഫൈ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്? The direction of conventional current in an electric circuit tells the direction of flow of positive charge in that circuit. എന്താണ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ഓഫ് ദ കൺവെൻഷണൽ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ ഫ്ലോയുടെ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോയുടെ ഡയറക്ഷൻ. വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇൻ എനി ഡയറക്ഷൻ ഇൻസൈഡ് ദ സോളിഡ് കണ്ടക്ടർ? സോളിഡ് കണ്ടക്ടറിൽ ഇലക്ട്രിക് ചാർജിൻ്റെ നെറ്റ് ഫ്ലോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതാണ് ആൻസർ, മറക്കരുത്. നെയിം ദ കറൻറ്റ് ക്യാരീസ് ഇൻ മെറ്റൽസ് ഓർ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് ഓർ ഡിസ്ചാർജ് ട്യൂബ്സ്. Name the current carries in metals or electrolytic solutions or discharge tubes. ആരാണ്? ഫ്രീ ഇലക്ട്രോൺസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇവയിലെല്ലാം എന്ത് കേരിയേഴ്സ് ആയിട്ടുള്ളത്? ചാർജ് കേരിയേഴ്സ് ആയിട്ടുള്ളത്. മെറ്റൽസ് എന്ന് കണ്ടാൽ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ, ഡിസ്ചാർജ് ട്യൂബ്, ഇതിലെല്ലാം ഫ്രീ ഇലക്ട്രോൺസ് ആണ് ചാർജ് ഫ്ലോ കാരണമാകുന്നത്. സ്റ്റേറ്റ് ഓംസ് ലോ അത് നമുക്കറിയാം എന്താണ്, കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്ന പോലെ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. എന്താണ് ഓംസ് ലോനെ കാണിക്കുന്നത്? V പ്രൊപ്പോർഷണൽ ടു I ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് R കൊടുക്കും. അതിന് എന്തെന്ന് പറഞ്ഞു? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു.
ഡിഫൈൻ റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V/I എന്നാണ് പറയുന്നത് അക്രോസ് ദ എൻഡ് ഓഫ് കണ്ടക്ടർ ടു ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. വിയും ഐയും തമ്മിലുള്ള റേഷ്യോ അല്ലേ. ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓം ആണ്. 1 ഓം എന്ന് പറയുന്നത് 1 ആംപിയർ കറൻറ്റ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനാണ് 1 ഓം എന്ന് പറയുന്നത്. അതും നോട്ടിൽ ഭംഗിയായി എഴുതിയിട്ട് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ് ഓൺ ലെങ്ത്. എങ്ങനെയാണ് കറൻറ്റും, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുള്ളതാണ്. കറൻറ്റും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ കണ്ടക്ടറിൻ്റെ ലെങ്ത്തും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. R പ്രൊപ്പോർഷണൽ ടു L എന്നാണ്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഡിപ്പെൻഡ് ഓൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. R പ്രൊപ്പോർഷണൽ ടു 1/A എന്നാണ്. ഡിഫൈൻ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. എന്താണ് കണ്ടക്ടൻസ്? ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്. G = 1/R എന്നാണ് നമ്മൾ എഴുതാറ്. മെൻഷൻ SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് എന്താണ്? കണ്ടക്ടൻസിൻ്റെ SI യൂണിറ്റ് മോ അല്ലെങ്കിൽ സീമൻ ആണ്. മറക്കരുത്, ചോദിക്കാറുണ്ട്. കണ്ടക്ടൻസിൻ്റെ SI യൂണിറ്റ് സീമൻ ഓർ മോ, MHO മോ എന്ന് പറഞ്ഞാൽ ഓമിൻ്റെ ഇൻവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാറ്? മോ എന്ന്. തെറ്റിക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ. എന്താണ് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി? ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഓഫ് യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഹാവിങ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു കണ്ടക്ടറിന് യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ക്രോസ് സെക്ഷനും എടുക്കുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. A wire of resistivity rho stretched to 3 times its length, that will be what will be the new resistivity. ഒരു വയർ ഒരു മെറ്റീരിയലിൻ്റെ 3 ടൈംസ് ഉള്ളതിനേക്കാളും ലെങ്ത്ത് കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് വരാം? റെസിസ്റ്റിവിറ്റിക്ക് ഒരു ചേഞ്ച് വരില്ല. കാരണം റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്, ലെങ്ത്തിനെ ആശ്രയിക്കുന്നില്ല. എന്തിനാണ് ചേഞ്ച് വരാം? റെസിസ്റ്റൻസിനാണ് ചേഞ്ച് വരാം. മെൻഷൻ ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി. ദ റെസിസ്റ്റൻസ് R ഓഫ് എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ R = rho L/A. L ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മെൻഷൻ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ചോദിക്കാറുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ. Define the term current density. What is current density? It is the electric current per unit area. J = I/A. What is SI unit of current density? Ampere per meter square. J = I/A എന്നാണ്. അപ്പോൾ ഐയുടെ യൂണിറ്റ് ആംപെയറും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അങ്ങനെയാണ് ആംപെയർ പെർ മീറ്റർ സ്ക്വയർ കിട്ടിയത്. Is current density scalar or vector quantity? It is also a vector quantity. Current density ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിഫൈൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്താണ് കണ്ടക്ടിവിറ്റി? ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി റെസിപ്രോക്കൽ ഓഫ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി. സിഗ്മ = 1/ρ എന്നാണ്. 27th. Mention the relation between current density and conductivity. The current density ജെയും കണ്ടക്ടിവിറ്റി സിഗ്മയാണെങ്കിൽ J = σE. ഈ എന്താണ്? ഇലക്ട്രിക് ഫീൽഡാണ്. തെറ്റരുതിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ഓപ്പോസിറ്റ് ടു ദ എക്സ്റ്റേണലി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. കൃത്യമായിട്ട് നമ്മൾ നോട്ടിൽ എഴുതിയതാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ free electrons of a conductor in opposite to the externally applied to electric field.
വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ മെറ്റൽ അറ്റ് റൂം ടെമ്പറേച്ചർ? 0. ഫ്രീ ഇലക്ട്രോൺസിന് റൂം ടെമ്പറേച്ചറിൽ ഉള്ള ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. വാട്ട് ഈസ് ദ എഫക്റ്റീവ് ടെമ്പറേച്ചർ ഓൺ ഡ്രിഫ്റ്റ് സ്പീഡ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റാലിക് കണ്ടക്ടർ? ദ ഡ്രിഫ്റ്റ് സ്പീഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. ഡ്രിഫ്റ്റ് സ്പീഡ് ടെമ്പറേച്ചറിനനുസരിച്ച് VD എന്ന് പറയണം നമ്മൾ ഡ്രിഫ്റ്റ് സ്പീഡിന് ടെമ്പറേച്ചറിനനുസരിച്ച് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഡിഫൈൻ റിലാക്സേഷൻ ടൈം ഓർ മീൻ ഫ്രീ ടൈം ചോദിക്കാറുണ്ട്. ദ ആവറേജ് ടൈം ദാറ്റ് elapses between two successive collision of an electron with fixed atoms or ions in the conductor is called relaxation time. ഇതിന് കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ളത് സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്, ഡെഫിനേഷനാണ്. അത് എഴുതണേ. റിലാക്സേഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സക്സസീവ് കൊളേഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈമാണ് റിലാക്സേഷൻ ഡേ. അത് ഞാൻ അവിടെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് റിലാക്സേഷൻ ടൈം ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ? ഒരു മെറ്റലിൽ റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഡിഫൈൻ ഇലക്ട്രോൺ മൊബിലിറ്റി. എന്താണ് ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി? മൊബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. VD/E ചോദിക്കാറുള്ളതാണ്. മൊബിലിറ്റി ഇലക്ട്രിക് ഫീൽഡ് നമ്മളുടെ റിലേഷൻ VD/E ആണ് കേട്ടോ. മെൻഷൻ ദ SI യൂണിറ്റ് ഓഫ് മൊബിലിറ്റി. മൊബിലിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങൾ ഏറ്റവും അടുത്ത പരീക്ഷകളിൽ ചോദിച്ചതാണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രോൺ മൊബിലിറ്റി ഈസ് m² v⁻⁻1 s⁻⁻1 എന്നാണ്. നെയിം 2 മെറ്റീരിയൽ ഹൂസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ജെർമേനിയം ആൻഡ് സെമി കണ്ടക്ടേഴ്സിൻ്റെയാണ് സാധാരണ എന്തിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് വിത്ത് റൈസ് ഓഫ് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാറ്. അതുകൊണ്ട് 2 സെമി കണ്ടക്ടറിൻ്റെ പേര് എഴുതി, ജെർമേനിയം, സിലിക്കൺ. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഇൻസുലേറ്റർ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ? ഇൻസുലേറ്ററിന് എന്ത് വ്യത്യാസമാണ് ടെമ്പറേച്ചറിനനുസരിച്ച് ഉണ്ടായിരിക്കും ഇൻസുലേറ്ററിൻ്റെ റെസിസ്റ്റൻസിന്? റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റർ ഹാവിങ് 4 കളർ ബാൻഡ്സ് ഇൻ ദ യെല്ലോ, വയലറ്റ്, ഓറഞ്ച്, സിൽവർ? കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യ സൈഡിൽ ടേബിൾ ഉണ്ടാക്കും. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ദ ഗ്രേറ്റ് വെരി ഗുഡ് വൈഫ് എന്നൊക്കെ എഴുതി അതിൻ്റെ വാല്യൂസൊക്കെ എഴുതി നമ്മൾ നോക്കുമ്പോൾ എന്തുണ്ട്? യെല്ലോയ്ക്ക് നമ്പർ വാല്യൂ 4 ആണ്. വയലറ്റിൻ്റെ നമ്പർ വാല്യൂ 7 ആണ്. ഓറഞ്ച് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ ആണ്, അത് 10⁻³ എന്ന ഓർഡറിലാണ് കിടക്കുന്നത്. സിൽവർ എന്ന് പറയുന്നത് എന്താണ്? ടോളറൻസ് ആണ്. അതുകൊണ്ട് +or- സിൽവറിൻ്റെ ടോളറൻസ് 10% ആണ്. അപ്പോൾ 10%. അങ്ങനെ വാല്യൂ 4, 7 × 10⁻³ ഓം +or- 10%. 10⁻³ നമ്മൾ എന്ത് 3 0 ഇട്ടിട്ടാണ്. ഓക്കെ. ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ ഈസ് 1 kilo ohm +or- 5%. റൈറ്റ് ദ കളർ കോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളർ കോഡ് തന്നെ 1 kilo ohm എന്നാണ്. 1 kilo ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൂജ്യം ഉണ്ടാവണം? 1 0 0 0. ഓക്കെ. നമുക്കറിയാം ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെയാണ് BB റോയുടെ ഓർഡർ വരുന്നത്. ഓക്കെ. ബ്ലാക്കിൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ ബ്രൗൺ 1 ആണ്. പിന്നെ 2 ആണ്. റെഡ് 2 ആണ്. അതാണ് ഓർഡറെങ്കിൽ ബ്രൗൺ എന്ന് പറയുമ്പോൾ 1 എഴുതി, നമ്പർ വാല്യൂ 1. ബ്ലാക്കിന് 0 ഇട്ടു. റെഡ് എന്ന് പറയുമ്പോൾ 10⁻² ആണ്. അപ്പോൾ 0 കഴിഞ്ഞ് പിന്നെ 2 0 കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് 10⁻² എന്ന്. +or- ഗോൾഡ് എന്ന് പറയുന്നത് ടോളറൻസ് 5%. അതുകൊണ്ട് ഗോൾഡിൻ്റെ വാല്യൂ ഇട്ടു. ഒന്നുകൂടെ പറയണം. ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ 0.1 ohm +or- 10%. എങ്ങനെ നമ്മൾ എഴുതും? റെസിസ്റ്റൻസ് 0.1 ohm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 10⁻⁻1 എന്ന് എഴുതുന്നതിന് പോലെയാണ്. നമുക്കറിയാം കളർ സീക്വൻസ് ഓഫ് ഇതെങ്ങനെയാണ് വരുന്നത്? ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, അങ്ങനെ അവസാനം എന്താണ്? ഗോൾഡ് ആണല്ലോ. അപ്പോൾ ഇതിൽ എന്താണുള്ളത്?
ഇതിൽ വന്നിരിക്കുന്നത് എത്ര പെർസെൻറ്റേജാ? 10% ടോളറൻസ് എന്ന് പറയുമ്പോൾ അത് സിൽവർ റിംഗ് ആയിരിക്കും. കളർ എങ്ങനെയാണ് വരുന്നത്? കളർ സീക്വൻസ് 1ന് വേണ്ടിയിട്ടായതുകൊണ്ട് ബ്രൗൺ ബ്ലാക്കിന് പകരം 0.1 അല്ലേ, അതുകൊണ്ടാണ് ബ്ലാക്ക് ബ്രൗൺ നെക്സ്റ്റ് ഓൺ ദ സിൽവർ എന്ന കണ്ടീഷൻ വരുന്നത് കേട്ടോ. What is the color of the third band of coded resistor of resistance 4.3 into 10⁴ ohm? മൂന്നാമത്തത് പറഞ്ഞാൽ അതിൻ്റെ പവറിനെ കാണിക്കുന്നതാണ്. 4.3 into 10⁴ എന്നാണ്. ആ 343 ആകുമ്പോൾ അപ്പുറത്തേക്ക് മാറാണ്, ഒരു വാല്യൂ ഇപ്പുറത്തേക്ക്, 4.3യുടെ ഒരു വാല്യൂ ഇപ്പുറത്തേക്ക് മാറാണ്. അപ്പോൾ എന്താണ് 10⁻³ ബാക്കിയുള്ളൂ. 10⁻43 into 10⁻³ എന്ന് തന്നെ മാറ്റി എഴുതാം. 10⁻³ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ ആരുടെ ഏത് കളറിൻ്റെയാണ്? ഓറഞ്ചിൻ്റെയാണ്. അപ്പോൾ മൂന്നാമത്തെ കളർ ഏതായിരിക്കും? മൾട്ടിപ്ലയർ കളർ ഓറഞ്ച് ആയിരിക്കും. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരി വിത്ത് ടെമ്പറേച്ചർ? എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസപ്പെടാം? നമ്മൾ പറഞ്ഞു ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഹൗ ഡസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടർ വേരി വിത്ത് ടെമ്പറേച്ചർ? The resistivity of conductor increase linearly with the increase of temperature. How does the resistivity of semiconductor with the temperature? The resistivity of semiconductor decreases exponentially with the increase of temperature. Exponentially decrease ആണ് ചെയ്യുന്നത്. Name the material which exhibit very weak dependence of resistivity with the temperature. സീറോ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടീഷൻ വന്നു പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് കൂടുകയും റെസിസ്റ്റൻസ് കൂടുകയും ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മളുണ്ട്. കണ്ടക്ടറിന് കൂടും, മറ്റേത് എന്താ പറയുക സെമി കണ്ടക്ടറിന് കുറയും. അതുപോലെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ലാത്തത് ടെമ്പറേച്ചറിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാത്തതിന് സീറോ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ എക്സാമ്പിൾ ആണ് പറയുന്നത്. നിക്രോം ആണ് ഒരു എക്സാമ്പിൾ. അത് ആരുടെയൊക്കെ അലോയാണ്? നിക്കൽ, അയൺ ആൻഡ് ക്രോമിയം. ഡ്രോ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫ് ഓഫ് സെമി കണ്ടക്ടർ. എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടത് കേട്ടോ. ടെമ്പറേച്ചർ അപ്പോഴത്തെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പാണ്, ഡിക്രീസിങ് ആണ്. എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന കാരണമാണ് പാരബോളിക് ഷേപ്പ്. വെൻ ടു റെസിസ്റ്റേഴ്സ് ആർ സെഡ് ടു ബി ഇൻ സീരീസ്, എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആണെന്ന് പറഞ്ഞാൽ കണ്ടറിയണമെങ്കിൽ എന്താ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ട്രെയിനിൻ്റെ ബോഗീസ് കണക്ട് ചെയ്യണ പോലെ ഒന്നിൻ്റെ എൻഡിൽ മറ്റൊന്നിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെ ചെയ്യണം. വെൻ 2 or more റെസിസ്റ്റേഴ്സ് ആർ സെഡ് ടു ബി പാരലൽ ആണെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്? എല്ലാ റെസിസ്റ്റേഴ്സിനും എൻഡ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മേലെ ഒന്ന് അടക്കി വെച്ച പോലെ ആയിരിക്കും. R1 and R2 are two resistors in series. The rate of flow of charge through R1 and I1. What is the rate of flow of R2? R1-നുള്ളിലൂടെ I1 കറണ്ടാണ് പോകുന്നതെങ്കിൽ R2-ലൂടെ പോകുന്ന കറണ്ടാണ് പറഞ്ഞത്. The current measure rate of flow of charge. The rate of flow of charge through R2 is also എന്താണ്? I1 തന്നെയാണ്. കാരണം എന്താ? സീരീസിൽ കണക്ട് ചെയ്തേക്കണ ഒരു റെസിസ്റ്റൻസ് ആണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സീരീസിലാണ് R1 R2 കണക്ട് ചെയ്താണ്. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന എന്ത് സെയിം ആയിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. എന്തിനാ വ്യത്യാസം ഉണ്ടായിരിക്കുക? വോൾട്ടേജിനാണ് വ്യത്യാസം ഉണ്ടായിരിക്കുക. I1 കറണ്ടാണ് R1 കൂടെ ഒഴുകിയെങ്കിൽ I1 കറണ്ട് തന്നെയാണ് ഏതിൽ കൂടെ ഒഴുകുക? R2-ലോട് ഒഴുകുക. 49. If V1 and V2 be potential difference across R1 and R2 in series, how much is the potential difference across the combination? എന്ന് പറഞ്ഞാൽ R1 R2 എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കണേ? സീരീസ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വോൾട്ടേജാണ് അതിലേക്ക് ടോട്ടലായി കൊടുത്തേക്കണേ. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് R1 കൂടെ V1 വോൾട്ടേജ്, R2 കൂടെ V2. കണക്ഷൻ എന്തായതുകൊണ്ടാണ് പറയുന്നത് ടീച്ചർ? കണക്ഷൻ എന്ത് സീരീസ് ആയതുകൊണ്ട് ഒന്നിൽ കൂടെ ഫസ്റ്റ് R1 കൂടെ V1 R2 കൂടെ എത്ര പോവുക? V2. രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടണം? V കിട്ടണം. ഓർത്തിരിക്കേണ്ടതാണ്.
വാട്ട് ഈസ് ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് പി റെസിസ്റ്റേഴ്സ് ഓഫ് each of resistance are connected in series. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്, മൂന്നെണ്ണമാണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 ആണ് ഈക്വാലൻസിയാണ്. പി നമ്പർ എന്ന് പറഞ്ഞ കാരണം എന്ത് ചെയ്തു നമ്മൾ ഒക്കെ ഒരേപോലത്തെയാണ്. ഈക്വാലൻ റെസിസ്റ്റൻസ് ഈ ഓരോന്നും ആറാണ്. അങ്ങനെ പി നമ്പർ ഉള്ള 6 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ, R+R+R+R+, എത്ര പി നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. വാട്ട് ഹാപ്പൻസ് ടു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 2 or more റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്? രണ്ട് റെസിസ്റ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് the effective resistance when 2 or more resistors are connected in series increased and it's greater than the greatest of individual resistance. രണ്ട് റെസിസ്റ്റൻസ് R1 R2 സീരീസായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R1 R2വിനേക്കാളും കൂടുതലായിരിക്കും ഈക്വാലൻസി. വാട്ട് ഹാപ്പൻ ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് 2 or more resistors ആർ കണക്റ്റഡ് ഇൻ പാരലലായിട്ട് 2-3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക, ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനേക്കാളും കുറയും. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 2 or more resistors ആർ കണക്റ്റഡ് പാരലൽ ഡിക്രീസസ് ആൻഡ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതിലുള്ള എല്ലാ റെസിസ്റ്റൻസിനേക്കാളും സ്മോളർ ആയിരിക്കും ഇതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കി എഴുതി വെച്ചാൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകാൻ സാധ്യതയുണ്ട്. അടുത്തത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്ത് നോട്ട്ബുക്കിൽ ആൻസർ എഴുതി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതൊരു അസൈൻമെൻറ്റായി കണക്ക് കൂട്ടിയിട്ട് സ്വന്തമായിട്ട് ആൻസർ കാണണം. എന്തായാലും ടീച്ചറോട് ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യുന്നതാണ്. വാട്ട് ഈസ് ദ കറൻറ്റ് കണ്ടക്റ്റഡ് ഇൻ മെറ്റൽ? എക്സ്പ്ലെയിൻ. ഹൗ ഈസ് ദ കറൻറ്റ് കണ്ടക്റ്റഡ് ഇൻ, എങ്ങനെയാണ് കറൻറ്റ് മെറ്റലിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ മെറ്റലിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അവയെല്ലാം റൂം ടെമ്പറേച്ചറിൽ വെറുതെ അങ്ങോട്ടും റാൻഡംലി മൂവ് ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മളൊരു പൊട്ടൻഷ്യൽ, ഒരു വോൾട്ടേജ് അതിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം അഗ്രിഗേറ്റ് അയോൺസായി മാറിയിട്ട് ആ ഇലക്ട്രോൺസ് എല്ലാം തന്നെ കറക്റ്റ് ഒരു ഫീൽഡിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, ഒരേ ഡയറക്ഷനിൽ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവുന്നുണ്ട്, നമ്മുടെ ഇടയ്ക്ക് എന്തുണ്ടാക്കും, മറ്റ് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് ഇടിക്കാം. എന്നിട്ട് എന്തുണ്ടാവും, അത് സ്ലോ ഡൗൺ ചെയ്യാം. എന്നാലും ഇത് മൂവ് ചെയ്യുന്ന ഈ യാത്രയിൽ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റി എന്താണ്, അതാണ് അവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്, ഡ്രിഫ്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് ആൻഡ് ടു ദ കണ്ടക്ടറിലേക്കാണ് അതെപ്പോഴും ഡ്രിഫ്റ്റ് ചെയ്യുക. കാരണം അതെന്താണ്, ഇലക്ട്രോൺ ആയതുകൊണ്ട്. കോസിങ് ആ ഡ്രിഫ്റ്റിംഗ് ആണ് എന്തിന് കാരണമാക്കുന്നത്, ഇലക്ട്രിക് കറണ്ട്. കണ്ടക്ടറിൽ സാധാരണയായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റിംഗ് കറണ്ടാണ് സാധാരണയായിട്ട് കണ്ടക്ഷന് കാരണമാക്കുക. മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ്, മറ്റേ അത് നെഗറ്റീവാണ് വരുന്നത്. അങ്ങനെ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് നെഗറ്റീവ് ഭാഗത്തുനിന്ന് എവിടേക്ക്, പോസിറ്റീവ് ഭാഗത്തിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുവരെ അങ്ങനെ ഇങ്ങനെയൊക്കെ റാൻഡമിൽ മൂവ് ചെയ്ത് തന്നാൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഈ ഡ്രിഫ്റ്റിംഗ് ആണ് അതിനെന്തിന്, കറണ്ടിന് കാരണമാകുന്നത്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് കറണ്ടാണ് സാധാരണ കണ്ടക്ടറിൽ ഉണ്ടാവാറ്. രണ്ടാമത് ഡിഫൈൻ ടേം ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺസ് ഓഫ് എ കണ്ടക്ടർ ഇൻ ഓപ്പോസിറ്റ് എക്സ്റ്റേണലി അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ആവറേജ് വെലോസിറ്റി ഗെയിൻ ചെയ്യുന്നത് ആരുടെ, ഇലക്ട്രോണിൻ്റെ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡെഫിനിഷനൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് നോട്ട്ബുക്കിൽ, കൃത്യമായിട്ട് അതിൽ നോക്കിയിട്ട് എഴുതിയാൽ മതി. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ടൈം ലാപ്സ് ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ. 2 സക്സസീവ് കൊളീഷൻ്റെ ഇടയിൽ ലാപ്സ് ചെയ്യുന്ന ആവറേജ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലാക്സേഷൻ ടൈം. അതും നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി കൊടുത്ത് നോക്കിയിട്ട് ഇവിടെ എഴുതാം. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഓംസ് ലോ, അത് നമ്മൾ പറഞ്ഞതാണ്. V പ്രൊപ്പോർഷണൽ ടു I ആണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം കൃത്യമായിട്ട്. അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. V = IR വരെയുള്ള കാര്യങ്ങൾ എഴുതണം. അത് അവിടെ ടീച്ചർ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും എഴുതി എടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കണം.
നാലാമത്തെ ക്വസ്റ്റ്യൻ മെൻഷൻ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റൽ ഡിപ്പെൻഡ്. റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് കണ്ടക്ടറും ടെമ്പറേച്ചറും. അഞ്ചാമത്തത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് നമ്പർ, ഡെൻസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പറഞ്ഞത്. റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു എന്നാണ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ എഴുതണം. ഇവിടെ എഴുതി ക്യൂ അല്ല, അത് റോ ആണ്. റോ ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്നാണ് റിലേഷൻ. എൻ ഇ സ്ക്വയർ ടോ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. നോട്ടിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാം. 6th വൺ മെൻഷൻ എനി ടു ഫാക്ടേഴ്സ് വിച്ച് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഡിപ്പെൻഡ്. ഒന്നാമത്തെ ലെങ്ത്ത്, രണ്ടാമത്തെ ക്രോസ് സെക്ഷൻ ഏരിയ. ഏഴാമത്തേത് ദ റിലാക്സേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ഡെൻസിറ്റി, റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് ഡെൻസിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. സിഗ്മയും ജെയും തമ്മിലുള്ള റിലേഷൻ. ജെ ഈക്വൽ ടു സിഗ്മ ഇ. നേരത്തെ നമ്മൾ ഫസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. മാഗ്നിയം യൂസ്ഡ് മേക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോയിൽ. എന്തുകൊണ്ടാണ് മാഗ്നിയം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോയിലായിട്ട് യൂസ് ചെയ്യാൻ കാരണം? മാഗ്നിയം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് കോയിലായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യില്ല. അതുകൊണ്ടാണ് സാധാരണ സീറോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് മാഗ്നിയന്. അതുകൊണ്ടാണ് മാഗ്നിയം സാധാരണയായിട്ട് എന്ത് റെസിസ്റ്റൻസ് കോയിലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ രണ്ട് കാര്യം അറിയണം. മാഗ്നിയനാണ് യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് കോയിൽ യൂസ് ചെയ്യാൻ കാരണം സീറോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ്. ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറില്ല. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വി ഐ ഗ്രാഫ് ഓഫ് ഓമിക് ആൻഡ് നോൺ ഓമിക് മെറ്റലാണ് ഇവിടെ വരച്ചേക്കണേ. ഓമിക് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രേറ്റ് ലൈനാണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. നോൺ ഓമിക് ഒന്നാമത്തെ വരച്ചത് സെമി കണ്ടക്ടറാണ്. രണ്ടാമത്തത് നോൺ ലീനിയറായ ഒരു സ്ട്രേറ്റ് ലൈനാണ്. കൃത്യമായി മനസ്സിലാക്കി വയ്ക്കണേ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതാൻ അറിയുന്ന കാര്യമാണ്. റെസിസ്റ്റൻസ് ഓപ്പോസിഷൻ ഓഫ് എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഓപ്പോസിഷനാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ഓൺ ഡയമെൻഷൻ ഓഫ് ലെങ്ത് ആണ്. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റിവിറ്റി എന്തിനാണ്? നേച്ചർ ഓഫ് മെറ്റീരിയലിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ ഓം മീറ്റർ ആണ്. തെറ്റിക്കരുത്. ഹൗ ഡസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഗുഡ് കണ്ടക്ടർ സെമി കണ്ടക്ടർ ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ? ഗുഡ് കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ബാഡ് കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്യാം. അത് വേണ്ട. നെക്സ്റ്റ് പറയാനുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? അതിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു പിക്ചർ വരച്ചു. ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമുള്ള ഒരു കണ്ടക്ടർ വരച്ചു. വോൾട്ടേജ് നമ്മളതിൽ കൊടുത്തു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതായി വരച്ചു. നമ്മൾ എന്നിട്ട് ആരുടെ ഇക്വേഷൻ എഴുതി? കറണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി നമ്മളുടെ റിലേഷൻ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് എഴുതി? കറണ്ട് ഡ്രിഫ്റ്റ് പ്രപ്പോർഷനാണ്, അതിൻ്റെ ഡെറിവേഷൻ എഴുതി. കറണ്ട് ഡെൻസിറ്റിയുടെ റിലേഷൻ എഴുതി. അതിൽ നിന്ന് സിഗ്മയുടെ റിലേഷൻ എഴുതി. ഒന്നും കൂടെ കാണിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആരെങ്കിലും എഴുതിയെടുത്തില്ലെങ്കിൽ കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്യൂവിന് എന്ത് കൊടുത്തു? നമ്മൾ NeAl ഡിവൈഡഡ് ബൈ ടി കൊടുത്തു. NeA പുറത്തേക്ക് എടുത്തു. L/T ഒരുമിച്ച് എഴുതി. ദെൻ I ഈക്വൽ ടു NeAVd. ടീച്ചറുടെ സ്ലൈഡിൽ കൃത്യമായിട്ട് നോട്ടുണ്ട്, അതിൽ നോക്കി എഴുതണം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റിട്ടൺ നോട്ട് വേണമെങ്കിൽ തരാം, ആ സെക്ഷൻ്റെ മാത്രം. ഇക്വേഷൻ I/A ആണ് ജെ. അപ്പോൾ ജെ ഈക്വൽ ടു NeVd എന്ന് കിട്ടി. വീഡിയോ റിലേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. E/M ടോയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജെ ഈക്വൽ ടു Ne²/M ടോ എന്ന് കിട്ടി. Ne²/M ടോക്ക് നമ്മൾ എന്ത് കൊടുത്തു? സിഗ്മ എന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് ഡെഡ്യൂസ് ദ ഓംസ് ലോ. ഫ്രം ദിസ് ലോ ഡിഫൈൻ റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഓംസ് ലോ എഴുതി. ഓംസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ആദ്യം.
At one's temperature, steady current flowing through a conductor is directly proportional to potential difference between two ends of the conductor. Then I proportional to V എഴുതി. I equal to എന്താണ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു V ആണ്. ദെൻ നമ്മൾ എഴുതി I equal to V equal to IR എന്ന് എഴുതി. V equal to IR കിട്ടി. R റെസിസ്റ്റൻസ് ആണെന്ന് എഴുതി. അതിന് നമുക്ക് എന്താണെന്നറിയാം I equal to NEAVD ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ അനുസരിച്ച് വി ഡി ഈക്വൽ ടു എന്താ E/M ടോയാണ്. ദെൻ I ഈക്വൽ ടു NAE വി ഡിക്ക് വരെ വേണ്ടെന്ന് കൊടുത്തു E/M ടോ എന്ന് കൊടുത്തു. ദെൻ I ഈക്വൽ ടു NAE സ്ക്വയർ ടോ E/ML ഇൻറ്റു V ഈക്വൽ ടു V/L ആണ്. I പ്രപ്പോർഷണൽ ടു V ആണ്. അതിന് വീലും കൂടിയുള്ള ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതാണ് ഓംസ് ലോനെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഓംസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, ഓംസ് ലോ ഗ്രാഫ് എഴുതണം, R റെസിസ്റ്റൻസ് V ഈക്വൽ ടു IR വന്ന് എഴുതണം. അതിനുശേഷം കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും വരെയുള്ള കാര്യങ്ങൾ എഴുതണം കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ്? എന്താണ് ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ്? എക്സ്പ്രഷൻ ഫോർ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. Equivalent resistor, a single resistor which produces same effect that set of resistors together produce in series is called equivalent resistor or effective resistor. ഒരു സെറ്റ് ഓഫ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ഒരു സിംഗിൾ റെസിസ്റ്റൻസിനെ പോലെ തന്നെ ഒരു കംപ്ലീറ്റ് ടുഗദർ മൊത്തമായിട്ട് പ്രവർത്തിക്കുന്ന ഫലമായി ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ്. അപ്പോൾ സീരീസായി കണക്ട് ചെയ്ത ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇനി എഫക്റ്റീവ് കാണാനായിട്ട് നമ്മളതിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ട് മൂന്നും കൂടെ ഒന്നായിട്ടാണ് ഇവിടെ RS എന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ എഴുതി സീരീസായി കണ്ട് കാണുകയാണെങ്കിൽ അത് അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. R1 കൂടെ പോകുന്ന വോൾട്ടേജ് V1, R2 V2, R3 V3. V1 നമ്മൾ IR1 എഴുതി, V2 IR2 എഴുതി, V3 IR3 എഴുതി, Vന് എന്ത് എഴുതി? IRS എന്ന് മാറ്റി എഴുതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Vക്ക് വരെ IRS ഈക്വൽ ടു IR1 പ്ലസ് IR2 V1 പ്ലസ് V2 പ്ലസ് V3 എന്നാണ്. IR1 പ്ലസ് IR2 പ്ലസ് IR3. I കോമണായി പുറത്തേക്ക് എടുത്തു. ദെൻ ഐയും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. നാലാമത്തെ ഒറ്റം വാട്ട് ഈസ് മെൻ ബൈ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ്? ഏതിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്? ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഈക്വാലൻറ്റ് റെസിസ്റ്റൻസ് വിത്ത് റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് പാരലൽ. അപ്പോൾ നമ്മളിവിടെ പാരലായി വരച്ചു, കണക്ട് ചെയ്തു, വോൾട്ടേജ് ഒക്കെ കണക്ട് ചെയ്തു, ഡിഫക്റ്റീവായിട്ടുള്ള RP അപ്പുറത്തെ സൈഡിൽ വരച്ചു വെച്ചു. നമ്മൾ പറഞ്ഞു എന്ത് കണക്ഷനാണ്? ഇത് കണക്ഷനാണ്. പാരലാണെങ്കിൽ ആര് വെവ്വേറെ ആയിരിക്കും? കറണ്ട് വെവ്വേറെ ആയിരിക്കും. I1 I2 I3 എന്നാണ് കറണ്ട് പോലെ. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇക്വേഷനാണ് എഴുതേണ്ടത്. I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. I ഈക്വൽ ടു V/R എന്ന് നമ്മൾക്ക് ഓംസ് ലോ അനുസരിച്ച് അറിയാം. അപ്പോൾ I ഈക്വൽ ടു V/R എന്ന് എഴുതി. I1 എന്ത് എഴുതി? V/R1, I2 V/R2, I3 V/R3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ I ഈക്വൽ ടു V ഇൻറ്റു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. V ഈക്വൽ ടു Iക്ക് പകരം V/RPയും കൂടെ കൊടുത്തു. എല്ലാ Vയും ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? 1/RP ഈക്വൽ ടു 1 പ്ലസ് 1/R2 പ്ലസ് 1/R3.